വെള്ളം പോലെ തുളുമ്പുന്നവനായ എൻ്റെ മാതാപിതാക്കൾ ആര്? യാക്കോബ്, ലേയ. ഉൽപ്പത്തി 29 അധ്യായം 32 വാക്യം, 49 അധ്യായം 4 വാക്യം. വൃദ്ധരായ മാതാപിതാക്കൾക്ക് ചിരി വരുത്തിയവനാണ് ഞാൻ. എൻ്റെ മാതാപിതാക്കൾ ആര്? അബ്രഹാം, സാറ. ഉൽപ്പത്തി 21 അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങളുടെ ഒരു മകനെ വേറൊരു മകൻ കൊന്നുകളഞ്ഞു. കൊന്നവനെ ആരും കൊല്ലാതിരിക്കേണ്ടതിന് ഒരടയാളവും കിട്ടി. ആ നിർഭാഗ്യ മാതാപിതാക്കളായ ഞങ്ങൾ ആര്? ആദാം, ഹൗവ. ഉൽപ്പത്തി 4 അധ്യായം 1, 8, 15 വാക്യങ്ങൾ. ഞാൻ മരിച്ചതുകൊണ്ട് എൻ്റെ അമ്മ കുറേ പേരെ കൊന്നുകളഞ്ഞു. കൊല്ലാൻ ശ്രമിച്ചവരുടെ കൂട്ടത്തിൽ എൻ്റെ മകനും ഉണ്ടായിരുന്നു. എന്നാൽ അവൻ രക്ഷപ്പെട്ടു. എൻ്റെ മാതാപിതാക്കൾ ആര്? യഹോരാം, അഥല്യ. 2 രാജാക്കന്മാർ 8 അധ്യായം 25-26 വാക്യങ്ങൾ, 11 അധ്യായം 1-2 വാക്യങ്ങൾ. ഞാൻ കൊണ്ടുവന്ന പഴം കൊണ്ട് എൻ്റെ അമ്മ എൻ്റെ പിതാവിനെ വിലയ്ക്ക് വാങ്ങി. എൻ്റെ മാതാപിതാക്കൾ ആര്? യാക്കോബ്, ലേയ. ഉൽപ്പത്തി 30 അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ പിതാവ് യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. എന്നാൽ എൻ്റെ അമ്മയ്ക്ക് ഒരു വിഗ്രഹമുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അമ്മയെ അമ്മയുടെ പദവിയിൽ നിന്ന് മാറ്റി. എൻ്റെ മാതാപിതാക്കൾ അബിയാം, മയഖ. 1 രാജാക്കന്മാർ 15 അധ്യായം 8, 11, 13 വാക്യങ്ങൾ. എൻ്റെ പിതാവിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. പ്രാർത്ഥനാവീരയായ എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ് ഞാൻ. എൻ്റെ മാതാപിതാക്കൾ ആര്? എൽക്കാന, ഹന്ന. 1 ശമൂവേൽ 1 അധ്യായം 1, 2, 10, 20 വാക്യങ്ങൾ. ഇരട്ടകൾ ഞങ്ങൾ. ഞങ്ങളിൽ ഒരുവന് പേരിട്ടത് നഴ്സാണ്. മുന്നിൽ വരാനിരുന്നവനെ പിന്തള്ളി രണ്ടാമൻ ആദ്യം വന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾ ആര്? യഹൂദ, താമാർ. ഉൽപ്പത്തി 38 അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ മകൾക്കും പെങ്ങൾക്കും ഒരേ പേരാണ്. സൗന്ദര്യം കൊണ്ട് ഒരു കുറവുമില്ലാത്തവനാണ് ഞാൻ. എങ്കിൽ എൻ്റെ മാതാപിതാക്കൾ ആര്? ദാവീദ്, മയഖ. 2 ശമൂവേൽ 3 അധ്യായം 3 വാക്യം, 13 അധ്യായം 1 വാക്യം, 14 അധ്യായം 25-27 വാക്യങ്ങൾ. എൻ്റെ അമ്മ ഒരു ജാതീയ സ്ത്രീയും പിതാവ് യഹൂദ വംശജനുമായിരുന്നു. എൻ്റെ കൊച്ചുമകൻ ദൈവത്തിൻ്റെ ദാസനായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ ആര്? ബോവസ്, രൂത്ത്. രൂത്ത് 4 അധ്യായം 13-17 വാക്യങ്ങൾ, 1 രാജാക്കന്മാർ 11 അധ്യായം 13 വാക്യം.